ഹായ് ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 64 ദിവസത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വന്നാണ്. എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ആദിലയുടെ അനീഷിന്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും നാൾ ആദിലെ നൂറയൊന്നും നേരത്തെ എഴുന്നേറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ വെറുതെ ചൊറിയാൻ ചെന്നു. ആദില ഇത്രയും നാൾ എഴുന്നേറ്റിരുന്നില്ല. അതായത് രാവിലെ മോർണിംഗ് ടാസ്കിലാണെങ്കിലും പതുക്കെയൊക്കെ ആയിരുന്നു എഴുന്നേറ്റുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോൾ ഉത്തരവാദിത്തത്തോടു കൂടി നേരത്തെ എഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന അനീഷ് തുടങ്ങിയത്. അതുപോലെ തന്നെ അവർ ഇടുന്ന സാധനങ്ങളും ഈ മേക്കപ്പ് ഐറ്റംസും എല്ലാം കൊളാബറേഷന് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ലോകം മൊത്തം അറിയിച്ചിട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് അനീഷ് അവിടെ പറയുന്നത്. അനീഷും ആദിലയും തമ്മിലുള്ള വിഷയത്തിന് എന്തിനാണ് ഷാനവാസ് ഇടയ്ക്ക് കയറി എന്തൊക്കെയോ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അനീഷിനും ഷാനവാസിനും ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഗൈസ്? ഷാനവാസിന് തോന്നുമ്പോൾ തോന്നുന്ന പോലെയൊക്കെ പറഞ്ഞിട്ട് അതുപോലെ വിഷമിപ്പിക്കുന്ന തരത്തിൽ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അനീഷിനെ. ഇത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം. ഒരാളും അവരുടെ സുഹൃത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇതാണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ വരുന്നവരോട് എനിക്ക് വേറെ അധികം ഒന്നും പറയാനുമില്ല. ഫാമിലി വീക്ക് കഴിഞ്ഞ് പിന്നെ ഷാനവാസിന് എന്തോ ചെറുതായിട്ട് പറ്റിയതുപോലെ എന്തോ തോന്നുന്നുണ്ട്. ഓവർ കോൺഫിഡൻസ് കയറിയതാണോ അതോ പുതിയ ഗെയിം പ്ലാൻ ആണോ ഒന്നും അറിയത്തില്ല. നിങ്ങൾക്കും ഇതേ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് ബിഗ് ബോസ് ഹൗസ് മേറ്റ്സിന് നല്ലൊരു പണി കൊടുത്തിരുന്നല്ലോ. അതായത് അവരുടെ പ്രാഥമിക ആവശ്യങ്ങളായ ബാത്റൂം, അതുപോലെ തന്നെ ഗ്യാസ്, വാട്ടർ കണക്ഷൻ, ഇതെല്ലാം ബിഗ് ബോസ് താഴിട്ട് പൂട്ടി. എന്നിട്ട് ഇവയെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ കുറച്ച് കടമ്പകളുണ്ട്, അത് താണ്ടണം എന്നാണ് ബിഗ് ബോസ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആർക്കെങ്കിലും ബാത്റൂം യൂസ് ചെയ്യണമെങ്കിലോ അതുപോലെ തന്നെ കുക്ക് ചെയ്യണമെങ്കിലോ വാട്ടർ വേണമെങ്കിലോ കൊടുത്തിരിക്കുന്ന 3 സൈക്കിള് ഓരോരുത്തർ വീതം ചവിട്ടണം. എല്ലാവരുടെയും അഭിപ്രായം കണക്കിലെടുത്ത് ക്യാപ്റ്റനാണ് തീരുമാനിക്കേണ്ടത് ആര് സൈക്കിൾ ചവിട്ടാൻ വരണം എന്നുള്ളത്. ഇതിന്റെ ഇടയിൽ കൂടെ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു മാരത്തൺ ടാസ്ക് ഉണ്ടല്ലോ, അതും അവർ ചെയ്യണമായിരുന്നു. പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഞാൻ ലൈവ് കാണുന്നില്ല. എനിക്ക് എപ്പിസോഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ എപ്പിസോഡ് റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഒരു ബിഗ് ബോസ് ഹൗസിൽ പലർക്കും അവിടെ പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ BB മാരത്തോൺ ടാസ്ക് അവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവസാനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് ഹൗസ് മേറ്റ്സിനോട് പറഞ്ഞത് എല്ലാവരും വന്ന് സ്വന്തം കഥാപാത്രത്തെയും അഭിനയത്തെയും പറ്റി പറഞ്ഞ് ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് കോയിൻസ് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കോയിൻ കൊടുക്കുന്നവർ അവരുടെ പ്രകടനത്തെ വിലയിരുത്തി എത്ര കോയിൻ നൽകുന്നു, എന്തുകൊണ്ട് നൽകുന്നു എന്നും പറയണമെന്നും ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ കോയിൻ ആർക്കാണോ കിട്ടുന്നത് അവർക്ക് 10ാം ആഴ്ചയിൽ ഒരു സ്പെഷ്യൽ പവർ കിട്ടും എന്നുമായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ആരാണെന്ന് മാത്രമാണ് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നത്. ഇതിനിടയിൽ അവിടെ എന്താ നടന്നതെന്നുള്ളത് ബിഗ് ബോസ് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്ന BB+ ഉണ്ടായിരുന്നു. ഞാൻ ലൈവ് കാണാത്തത് കൊണ്ട് എന്താ അവിടെ ഉണ്ടായത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തുമില്ല. അപ്പോൾ അറിയാത്ത കാര്യത്തിനെ പറ്റി ഞാൻ പറയുന്നില്ല. എന്തായാലും കണ്ടസ്റ്റൻസ് അവർക്ക് കിട്ടിയ ആ ഒരു ടാസ്ക് എന്നുള്ളത് അത് അവരെ കൊണ്ടാവുന്ന പോലെയൊക്കെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയിട്ടുള്ളത് ആര്യനാണ്. സോ 10ാം ആഴ്ചയിൽ കിട്ടുന്ന പവർ ആര്യനായിരിക്കും കിട്ടുക. പക്ഷെ എന്താണ് പവർ എന്നുള്ളത് ബിഗ് ബോസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിനുശേഷം അനുമോളും നെവിനും തമ്മിലൊരു ചെറിയ വഴക്കുണ്ടാവുന്നുണ്ടായിരുന്നു. നെവിനെ അനുമോള് നോമിനേഷനിലേക്ക് ഇട്ടതിന്റെ ഫ്രസ്ട്രേഷനാണ് അവിടെ കാണിച്ചതെന്ന് പിന്നീട് നെവിൻ ആര്യനോടും അക്ബറിനോടും പറയുന്നതും എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് പേഴ്സണൽ വെച്ച് കളിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അതിനുശേഷം അവിടെ അടുക്കളയിൽ ഒരു വഴക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആര്യന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മൂടി വെക്കാതെ പോയത് ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം ഫുഡ് ഐറ്റംസ് അല്ലേ, അപ്പോൾ ഈച്ചയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. എന്തൊക്കെ തന്നെയായാലും ആര്യനോട് ലക്ഷ്മി അത് പറയുന്ന സമയത്ത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആര്യൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് സോറി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ലക്ഷ്മി അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളം പോലെ ആകുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വീഡിയോയുമായി വീണ്ടും കാണാം.